മറ്റൊരു വന്യമൃഗഭീതിയുടെ വാർത്ത കൂടി വയനാട്ടിൽ നിന്നും വരുന്നുണ്ട്. മുണ്ടക്കൈയിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനയും പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ഇറങ്ങി എന്നുള്ളതാണ്. മുണ്ടക്കൈ HML എസ്റ്റേറ്റ് പരിസരത്താണ് കാട്ടാന ഇറങ്ങിയത്. വടാനക്കവലയിലെ ജനവാസ കേന്ദ്രത്തിലാണ് കടുവ ഇറങ്ങിയത്. കമൽ, ഒന്നൊന്നായി വീണ്ടും ഭീതിയുടെ നിമിഷങ്ങളാണ് അവിടുത്തുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പുതിയ വാർത്തയുടെ വിവരങ്ങൾ അത് എവിടെ നിന്നാണ് വരുന്നത്? ഈ രണ്ട് മൃഗങ്ങളെയും തുരത്താൻ കഴിഞ്ഞുവോ? പ്രജീഷ്, ഈ മുണ്ടക്കൈ മേഖല അതുപോലെ ഈ ചുരൽ ആ പ്രദേശത്തൊക്കെ കാട്ടാന ശല്യം എപ്പോഴും നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. പല ഭാഗത്തും വനവും തേയില എസ്റ്റേറ്റുകളും ഇടകലർന്ന കിടക്കുന്ന ഒരു പ്രദേശമാണ്. എങ്കിൽ കൂടി പകൽ സമയത്ത് ഇത്തരത്തിൽ ആന തേയിലത്തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങി വരുന്നത് സാധാരണയല്ല. രാത്രികാലത്തൊക്കെ ആനയുടെ സാന്നിധ്യം ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇന്ന് സ്കൂളൊക്കെയുള്ള ഒരു പ്രദേശത്തേക്ക് ആന ഇറങ്ങി വന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ആന കാട്ടിലേക്ക് മടങ്ങി എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. പക്ഷേ ആളുകളെ എന്തായാലും ഭീതിയിലാഴ്ത്തും. കാരണം എസ്റ്റേറ്റിലായാലും ഒരുപാട് ജോലിക്കാരുണ്ട്, സ്കൂളിൽ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. ആ സമയത്ത് പകൽ സമയത്ത് ഇത്തരത്തിലൊരു ആന തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നത് ആളുകളെ സംബന്ധിച്ചൊരു ഭീതി തന്നെയാണ്. കടുവയെക്കുറിച്ചാണെങ്കിൽ പുൽപ്പള്ളി മേഖലയിൽ കുറേ ദിവസമായി കടുവയുടെ സാന്നിധ്യമുണ്ട്. വളർത്തുമൃഗങ്ങളെ വേട്ടയാടിയിട്ടുണ്ട്, പല സ്ഥലത്തും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഈ കർണാടക വനവുമായി, കബനി നദിയുടെ തീരത്തുള്ള പ്രദേശങ്ങളൊക്കെയാണ് കർണാടക വനമേഖലയുമായി വളരെ അടുത്ത് കിടക്കുന്നു. ബന്ദിപ്പൂർ വനമേഖലയുമായിട്ടൊക്കെ അവിടെ ഒരു കടുവയുടെ സാന്നിധ്യമുണ്ട്. വനംവകുപ്പിനെ സ്ഥിരീകരിച്ചു. ഇന്നാണ് അതിൻ്റെ ദൃശ്യങ്ങൾ, പകൽ സമയത്തടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. വനപാലകർ അതിനെ പിന്തുടരുന്നതും കാണാം. കാട്ടുപന്നിയെ ഓടിച്ച് കൃഷിയിടത്തിലേക്ക് കടുവ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറെ നേരം കടുവ കൃഷിയിടത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അവിടെയും ഈ പറഞ്ഞതുപോലെ അത്തരത്തിൽ അത് വന്യമൃഗങ്ങൾ സ്ഥിരമായി ഇറങ്ങുന്ന ഒരു മേഖലയല്ല, പൂർണ്ണമായും ജനവാസ മേഖലയാണ്. അവിടെ ഇത്തരത്തിൽ പകലൊക്കെ കടുവയെ കാണുന്നത് ആളുകളെ ഭീതിയിലാഴ്ത്തും. ഇത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ നേരിടാനുള്ള വനപാലകരുടെ എണ്ണമൊക്കെ പരിമിതമാണ്. ഇപ്പോൾ വയനാട്ടിലെ മുഴുവൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ ബാവലി മേഖലയിൽ ക്യാമ്പ് ചെയ്താണ് ഈ ദൗത്യം നടക്കുന്നത്. അതിനിടയിലാണ് മറ്റിടങ്ങളിൽ നിന്നും ഇതുപോലെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന സംഭവങ്ങൾ വരുന്നത്.